അഞ്ജോസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചലഞ്ചായിട്ട് വന്നേക്കുവാണ്. ഇന്ന് ചിരിച്ച് ചിരിച്ച് ചാവുന്ന ഒരു ചലഞ്ചാണ്. എല്ലാവരും ചിരിക്കാൻ റെഡി ആയിക്കോ. പറഞ്ഞപ്പോഴേ അവിടെ രണ്ടുപേരും ചിരി തുടങ്ങി. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഞാനൊരു അക്ഷരം കൊടുക്കും. ആ അക്ഷരം വെച്ച് മാത്രം സംസാരിക്കുക. ആദ്യം തുടങ്ങുന്നത് ആ അക്ഷരം വെച്ചായിരിക്കണം. ഉദാഹരണം താന്നുള്ള അക്ഷരം തരുവാണെങ്കിൽ എന്ത് പേര് ചോദിച്ചാലും നാട് ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ എന്ത് ചോദിച്ചാലും താ എന്ന അക്ഷരം തൊട്ട് മാത്രം തുടങ്ങുക ഉത്തരം. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുക. അതേപോലെ പെട്ടെന്ന് ടപ്പേന്ന് ഉത്തരം പറയണം. ടപ്പേന്നല്ല, ആ അക്ഷരം വെച്ച് അതുപോലെ ഉത്തരം വേണം. എല്ലാവരും റെഡിയാണോ കളിക്കാൻ? അപ്പം ആദ്യമായിട്ട് കളിക്കുന്നത് മമ്മിയാണ്. നമുക്ക് മമ്മിക്ക് അക്ഷരം കൊടുക്കാം. മമ്മിയുടെ അക്ഷരം വാ. നമ്മുടെ വലയുടെ വാ. വാ ആണ് അക്ഷരം. എന്താ മമ്മിയുടെ പേര്? എവിടെ താമസിക്കുന്നേ? വടവങ്കോട്. ആരൊക്കെയുണ്ട്? വാവ മാത്രമേ ഉള്ളൂ അവിടെ? വേറെ ആരെങ്കിലും ഉണ്ടോ? വാവേ ഉള്ളൂ. വാവയ്ക്കെന്തു ജോലി? വടംവലിക്ക് എന്നും പോകാറുണ്ടോ? വടംവലി എന്നൊക്കെയാ ഉള്ളത്? വ്യാഴാഴ്ച മാത്രമേ വടംവലി ഉള്ളൂ. വാവയുടെ ഇഷ്ടപ്പെട്ട മൃഗം ഏതാ? മമ്മി പറഞ്ഞ ഉത്തരം തെറ്റായതും സമയം കുറവായതുകൊണ്ടും മമ്മി ആദ്യത്തെ മത്സരത്തിൽ തോറ്റിരിക്കുകയാണ്. 6 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം പതുക്കെയാണ് പറഞ്ഞത്. വങ്കട പിന്നെ ഒരു മൃഗം അല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. അടുത്ത ആരാ കളിക്കുന്നേ? അപ്പ. അടുത്തത് അപ്പയാണ്. നമുക്ക് പപ്പയ്ക്ക് അക്ഷരം കൊടുക്കാം. പപ്പയുടെ അക്ഷരം രാ. രായാണ് പപ്പയുടെ അക്ഷരം. രായാണ് അക്ഷരം. ഇനി ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങാം. എന്താണ് പേര്? രാജൻ. രാജൻ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന് കൂട്ടുകാരെങ്കിലും ഉണ്ടോ? രാജന് കൂട്ടുകാരുടെ പേര്? രാഘവന്റെ വീട്ടിലാരുണ്ട്? പോയിരിക്കുകയാണ്. ഇത്രയും സമയം എടുക്കാം. പപ്പ 4 ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും പപ്പ കീഴടങ്ങിയിരിക്കുകയാണ്. 2 പേർക്കും പോയിന്റ് ഒന്നുമില്ല. 10 ചോദ്യം ചോദിക്കുന്നതിന് നിർത്താതെ മറുപടി പറയുന്ന ആൾക്കാണ് പോയിന്റ് ഉള്ളത്. അടുത്തത് മീനൂസിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മീനൂസേ, അക്ഷരം തരട്ടെ? മീനൂസിന് അക്ഷരം ത. എന്താ പേര്? തത്തയുടെ പണി എന്തുവാ? മീനൂസ് മറുപടി തെറ്റായി പറഞ്ഞുകൊണ്ട് അവളും മത്സരത്തിൽ തോറ്റിരിക്കുകയാണ്. 3 പേർക്കും ഇതുവരെ യാതൊരു പോയിന്റും ഇല്ല. അടുത്തതിലേക്ക് നമ്മൾ കടക്കുവാണ്. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുവാണ്. നമ്മൾ 2ാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. അടുത്തത് മമ്മിക്ക് കൊടുക്കാൻ പോകുന്ന അക്ഷരം, മമ്മി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. മമ്മിക്ക് കൊടുക്കാൻ പോകുന്ന അക്ഷരം സാ. അതിന്റെ സാ. അപ്പം മമ്മിയോട് ചോദിക്കാണ്, എന്താണ് പേര്? സംഗീത. എന്ത് ചെയ്യുന്നു? സംഗീതയുടെ വീട്ടിലാരൊക്കെയുണ്ട്? സാജനും സാമുവലും എന്ത് ചെയ്യുന്നു? സമരത്തിന് ഇറങ്ങി. എവിടെയെല്ലാം സമരത്തിന് പോയിട്ടുണ്ട്? സ്വാമിയുടെ ഒരിക്കൽ സമരത്തിന് പോയാൽ എന്ത് കിട്ടും? സോമരസം കുടിച്ചാൽ പോലീസ് കൊണ്ടുപോയില്ലേ? പോലീസിന് സാധിക്കില്ല. പിന്നെ സ്വാമിയുടെ ഇഷ്ട സ്ഥലം ഏതാണെന്നറിയോ? പോയി 7 ക്വസ്റ്റ്യൻ ആയപ്പോൾ മമ്മി 8ാമത്തെ ക്വസ്റ്റ്യനിൽ തെറ്റിച്ചിരിക്കുകയാണ്. ഇപ്പോഴല്ലേ ഓർമ്മ വന്നത്. അടുത്തത് പപ്പയാണ്. പപ്പയ്ക്കുള്ള അക്ഷരം പ. പപ്പയ്ക്കുള്ള അക്ഷരമാണ് പ. എന്താണ് പേര്? പാപ്പച്ചൻ്റെ വീട് എവിടെയാ?
മമ്മി വിൻറ്റേജ് അപ്പൊ വല്ല പറയുന്നേ. പാപ്പച്ചൻ എന്ത് ജോലി? പാപ്പച്ചൻ്റെ ഇഷ്ടം മൃഗം. പാപ്പച്ചൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പാപ്പയും പാപ്പനും എന്ത് ചെയ്യുന്നു? പാപ്പിയുടെയും പാപ്പന്റെയും വീട്ടിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? പന്നി മാത്രമേ ഉള്ളോ? ഇഷ്ടപ്പെട്ട സ്ഥലം? പാമ്പാടിയിൽ പോയിട്ടുണ്ടോ? പാമ്പാടിയിൽ എന്തിനാ പോയിട്ടുള്ളത്? പാക്ക് പറിച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങനെ പപ്പ 10 ക്വസ്റ്റ്യനും നിർത്താതെ മറുപടി പറഞ്ഞു പപ്പയ്ക്കൊരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ആള് പറയുന്നത്. നല്ല രസമുള്ള മറുപടികളായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ മീനൂസിൻ്റെ അടുത്ത് എത്തുകയാണ്. മീനൂസ്, നിനക്കുള്ള അക്ഷരം ക. ക എന്താ പേര്? കാക്കയുടെ വീട് എവിടാ? കാക്കയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കാക്ക എന്ത് ചെയ്യുന്നു ഇപ്പം? 24 മണിക്കൂറും ചോറ് കഴിപ്പ് തന്നെയാണോ കാക്കയുടെ ജോലി? കാക്കയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം? കാഴിയിൽ ആരൊക്കെയുണ്ട് കാക്കയ്ക്ക്? കാഴി കാഴനും കാക്കയുടെ ആരാണ്? ആ, കൂട്ടുകാരനാണ്. കാക്കയ്ക്ക് ഇവരല്ലാതെ വേറെ കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുണ്ടെങ്കിൽ 2 കൂട്ടുകാരുടെ പേര് പറഞ്ഞേ. അങ്ങനെ മീനൂസും 10 ചോദ്യത്തിന് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മീനുവിന് 1 പോയിന്റ് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഈ റൗണ്ട് കഴിഞ്ഞു. ഈ റൗണ്ട് കഴിയുമ്പോൾ പപ്പയ്ക്ക് 1 പോയിന്റ്, മീനൂസിന് 1 പോയിന്റ്, മമ്മിക്ക് 1 പോയിന്റ് ഇതുവരെ കിട്ടിയില്ല. നമ്മൾ അവസാനത്തെ 3ാമത്തെ റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കോ അവരാണ് വിജയിക്കുന്നത്. നമ്മളങ്ങനെ റൗണ്ട് തുടങ്ങുകയാണ്. മമ്മിയാണ് മമ്മിയുടെ അക്ഷരം ആ. ആയാണ് മമ്മിയുടെ അക്ഷരം. ആ. എന്താണ് പേര്? അമ്മണി എന്ത് ചെയ്യുന്നു? അമ്മിക്കല്ല് ഇടിച്ചിടിച്ച് എന്താണ് ഉണ്ടാക്കുന്നത്? അവല് ഇടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ആർക്ക് കൊടുക്കാൻ? അമ്പിളിക്ക് എന്തിനാണ് അവല് കൊടുക്കുന്നത്? എന്ത്? അവിക്കാൻ. ഓ ആ. അമ്പിളിയുടെ ഇഷ്ട മൃഗം ഏതാണെന്നറിയോ? അമ്മിണിക്കാക്കെന്ന് പേരിട്ടതാണോ കാക്കയ്ക്ക്? ആ. അമ്മണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയ്ക്ക് എന്താ പണി? അങ്ങനെ മമ്മിയും 10 ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. മമ്മി 1 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ മമ്മി 1 പോയിന്റ്, കഴിഞ്ഞ റൗണ്ടിൽ പപ്പയ്ക്ക് 1 പോയിന്റ്, മീനൂസിന് 1 പോയിന്റ്. അടുത്തത് നമ്മൾ അടുത്തത് പപ്പയോട് ചോദിക്കാൻ പോവാണ്. അപ്പയ്ക്കുള്ള അക്ഷരമാണ്. അപ്പയ്ക്കുള്ള അക്ഷരം ഇ. ഇലയുടെ ഇ. എന്താണ് പേര്? ഈശ്വരൻ. ഈശ്വരൻ എന്താണ് ജോലി? ഇടിക്കല്. എന്താണ് ഇടിക്കുന്നത്? ഇഞ്ചി. ഈശ്വരന്റെ വീട് എവിടെയാ? ഈരാറ്റുപേട്ട. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എമ്മണിയും എമ്മണന്. അവരെന്ത് ചെയ്യുന്നു? അവർക്കും ഈ ഇഞ്ചി ഇടിക്കൽ തന്നെ ആയിരിക്കുമല്ലേ ജോലി.
ആ ഇഷ്ടപ്പെട്ട മൃഗം ഈച്ചക്കോ ഇഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനെ പാപ്പ 10 ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മങ്കട ഒരു മീനാ. അങ്ങനെ പപ്പ 10 ചോദ്യത്തിനും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പപ്പയ്ക്ക് വീണ്ടും 1 പോയിന്റ് കൂടെ കിട്ടി, 2 പോയിന്റ് ആയിരിക്കുകയാണ്. അടുത്ത മീനൂസിന്റെ അടുത്താണ്. അക്ഷരം കൊടുക്കുവാണ്. മീനൂസിന്റെ അക്ഷരം എ. എന്താണ് പേര്? ഏലിയാമ്മ. എവിടെയാണ് താമസം? ഏലപ്പാറയിൽ എന്ത് ചെയ്യുന്നു? ഏലം കടയിൽ കൊണ്ട് കൊടുത്താൽ ഒരുപാട് പൈസ കിട്ടും. എത്ര രൂപ കിട്ടും? ഏലിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവർക്കൊക്കെ തൊഴില് ഏലം പറിക്കുക തന്നെ ആയിരിക്കുമല്ലോ. ഏലിയുടെ ഇഷ്ടം മൃഗം? സമയം പോയി. അങ്ങനെ മീനുവിന്റെ സമയം പോയിരിക്കുകയാണ്. മീനു 9 ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും പാവത്തിട്ട് സമയം പോയി. അങ്ങനെ മത്സരം ഇവിടെ തീരുമ്പോൾ പപ്പ വിജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. 2 പോയിന്റോടെ പപ്പയും 1 പോയിന്റോടെ മമ്മിയും 1 പോയിന്റോടെ മീനൂസും. ഫസ്റ്റും സെക്കൻഡും. ഫസ്റ്റ് പപ്പയ്ക്കും സെക്കൻഡ് മീനൂസിനും മമ്മിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. ജയിച്ചവർക്കുള്ള സമ്മാനം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ജയിച്ച ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് വെർമസെലിയും മിൽക്ക് മേഡും, സെക്കൻഡ് പ്രൈസ് അരിപ്പൊടി, തേർഡ് പ്രൈസ് കടല. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. പായസം വെച്ച് കുടിച്ചോളൂ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അപ്പയ്ക്കാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയത് 2 പേർക്കാണ്. 2 പേർക്ക് ഒരുമിച്ചാണ്. 2 പേര് ഒരുമിച്ച് ഈ 2 സമ്മാനങ്ങളും ഏറ്റുവാങ്ങേണ്ടതാണ്. ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ മീനൂസിനും മമ്മിയും 2 പേരും ഒരുമിച്ച് വാങ്ങൂ. അടുത്തതായിട്ട് ഇതാ 2 പേർക്കുള്ളത്. ഒരാൾ പുട്ടുണ്ടാക്കുക, അടുത്തയാൾ കടലക്കറി ഉണ്ടാക്കുക. അപ്പം പുട്ടും കടലയും 2 പേർക്കും കഴിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. താങ്ക് യു. ബൈ ബൈ.